മരണവും നീയും തമ്മിൽ ഒരടിയുടെ വ്യത്യാസമില്ല. എന്നാൽ മരണത്തിന് നിന്നെ തൊടാൻ പറ്റില്ല. നിന്നെ തൊടാൻ പറ്റില്ല, നിന്നെ തകർക്കാൻ പറ്റില്ല, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ സമയം ദൈവം അനുവദിക്കാതെ നിന്നെ തകർക്കാൻ പറ്റില്ല. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടാതെ നിന്നെ തകർക്കാൻ പറ്റില്ല. നിന്റെ തലമുറയെ തൊടാൻ പറ്റില്ല. ദൈവശക്തി അനുഭവിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രാണനെ മരണത്തിൽ നിന്ന് മാത്രമല്ല, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് പല വിധത്തിലുള്ള കണ്ണുനീരുണ്ട് കേട്ടോ. സന്തോഷം വരുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. ദൈവശ്രീ മുട്ടുമടക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ കണ്ണുനീര് വരും. നിലവിടെ പറയുന്ന കണ്ണുനീര് ഇതിന് ഒന്നുമല്ല. ഇത് ദുഃഖത്തിൻ്റെ കണ്ണുനീരാണ്, നിരാശയുടെ കണ്ണുനീരാണ്, തകർച്ചയുടെ കണ്ണുനീരാണ്. ആമേൻ. നിന്റെ വീട് വിലാപം വീടാക്കി മാറ്റുന്ന കണ്ണുനീരാണ്. നിന്റെ വീടിനെ തകർക്കുന്ന കണ്ണുനീരാണ്. നിന്റെ ഭാവിയെ തടയുന്ന കണ്ണുനീരാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ കണ്ണുനീരിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നിന്റെ വീടിനകത്ത് എന്നും നീ കരയേണ്ടവനായിരുന്നു, എന്നും നീ കരയേണ്ടവളായിരുന്നു. തീരാ ദുഃഖത്തിന് അടിമയായി തീരത്തക്ക രീതിയിലുള്ള ശാപങ്ങൾ നിന്റെ വീടിനകത്ത് കൊണ്ടിട്ട് തകർത്ത് കളയാൻ പിശാച് പോരാടി നിൽക്കുമ്പോൾ, നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ ആയുസ് മുഴുവൻ കരയത്തക്ക രീതിയിലുള്ള നിരാശയുടെ കണ്ണുനീര് പൊഴിക്കത്തക്ക രീതിയിലുള്ള, നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുന്നത് വരെ വേദനിക്കുന്ന കണ്ണുനീര് നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവന്ന് നിന്നെ ശാപമാക്കാൻ ശത്രു പോരാടിയ സമയങ്ങളിൽ എൻ്റെ കണ്ണുനീരിനെ അവൻ തുടച്ചു മാറ്റുന്ന, ആ കണ്ണുനീര് നിന്റെ വീടിനകത്ത് വരാതെ വണ്ണം അതിനെ ഒഴിച്ചുവിടുന്ന, നിന്റെ വീടിനകത്ത് ആ കണ്ണുനീര് വരാതെ ഒഴിച്ചു മാറ്റി വിടുന്ന ഒരു ദൈവ സാന്നിധ്യം